ഞാൻ തോറ്റു എന്റെ കർത്താവേ. അതോടെ നിൽക്കട്ടെ, മീറ്റ് മിസ്റ്റർ കൊക്കമാവൻ അല്ലെങ്കിൽ ഗൂസമാവൻ എന്ന് വേണേ വിളിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ ആനക്കുട്ടനും ഉണ്ട്. ഇവർ രണ്ടുപേര് ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടി പെയ്ഡ് വർക്ക് ചെയ്തതാണ്. കസ്റ്റമർ അബ്രോഡ് പോയി, അതുകൊണ്ട് വാങ്ങിക്കാൻ ആളില്ല. സോ ഓർഡർ ക്യാൻസലാക്കി കാശും തിരിച്ചു കൊടുത്തു. ക്രോഷേ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ പണികളൊക്കെ കിട്ടും കേട്ടോ. അതിലൊന്നും പതറരുത്, ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ? ആ പറഞ്ഞ സിംപ്ലിസിറ്റി ഞാൻ 8 മടക്കി തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കത് അത്ര സിമ്പിൾ ആയിട്ട് തോന്നിയില്ല. തോന്നയ്ക്ക് പഞ്ചായത്തിലെ മാത്രമല്ല, മൊത്തം താലൂക്കിലെ ഒരു അരി പെറുക്കിയിട്ടാണ് ഞാനിത് തീർത്തത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ പിന്നെ എങ്ങനെ? നമുക്കൊരു കാര്യം ചെയ്തിട്ട് ഒരു വിധത്തിലും പറ്റാണ്ടാവുമ്പോ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. ഏറെക്കുറെ ഞാനും ആ ലെവലിൽ ഫൈനലി ഒന്ന് സെറ്റാക്കി എടുത്തു. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നോട്ട് ദ പോയിന്റ്. എനിക്കിത് ടഫായിരുന്നു എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഇത് അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഈ പസിൽസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര്, ഓർഗനൈസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതിന്റെ ടെക്നിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടേ അങ്ങനെ കഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിൽ ഞാനതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ അറ്റാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആ പാറ്റേൺ പോകാനൊന്ന് ഒട്ടിച്ചെടുക്കലായിരുന്നു അടുത്ത ടാസ്ക്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഇവന് നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഈ റെഡും വൈറ്റും നമുക്കൊന്ന് മാറ്റി പിടിക്കാന്നേ. സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയെങ്കിലും പെയിന്റിങ് ഞാൻ പൊളിക്കും. അങ്ങനെ ഒരെണ്ണം എടുപ്പായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് ചെയ്ത് ആ ടെക്നിക്ക് പിടികിട്ടിയോണ്ട് ഇനി എല്ലാം എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാനത് മറന്നു. ഞാൻ പിന്നെയും കുറെ അരി പെറുക്കിയിട്ട് തന്നെയാണ് ഈ സെക്കൻഡ് വണ്ണും ഉണ്ടാക്കിയെടുത്തത്. ഇതും ഞാനൊരു പേസ്റ്റൽ ഷെയ്ഡ് വെച്ച് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തവൻ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ ഉണ്ട് ഷേപ്പില്. എന്തായാലും ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.